അടുത്ത് നമ്മൾ നേരെ ട്രാൻസ്ക്രിപ്ഷനിലേക്കാണ് പോകുന്നത്. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? DNA നിന്ന് RNA ഉണ്ടാവുന്ന പ്രോസസ്സ്. നോക്കൂ, സാധാരണ റെപ്ലിക്കേഷനിൽ 2 സ്ട്രാൻഡിൽ നിന്നും പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുമെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഒരൊറ്റ സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പുതിയ RNA ഉണ്ടാവുള്ളൂ. 2 DNA സ്ട്രാൻഡ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് മാത്രമേ RNA ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് 2 സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടാവാത്തതെന്ന് ചോദിച്ചാൽ, 2ൽ നിന്നും കൂടെ RNA ഉണ്ടായാൽ, നോക്കൂ, 2ൽ നിന്നും RNA ഉണ്ടായി ഇവിടുന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവും, പ്രോട്ടീൻ നമ്പർ 1, ഇവിടുന്ന് അടുത്ത പ്രോട്ടീൻ ഉണ്ടാവും, പ്രോട്ടീൻ നമ്പർ 2. അപ്പോൾ ഒരു DNA സീക്വൻസിൽ നിന്ന്, ഒരു ജീനിൽ നിന്ന് 2 പ്രോട്ടീൻ ഉണ്ടാവുക അത് പോസിബിൾ അല്ല. അടുത്ത കാര്യം, ഇനി അതിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 2 RNA ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഈ 2 RNAകൾ ഇവിടുന്ന് ഒരു RNA, ഇവിടുന്ന് ഒരു RNA, അവർ കോംപ്ലിമെന്ററി ആയിരിക്കും. അവർ കൂടി ചേർന്നുകൊണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമ്മുടെ ബോഡിയിൽ ഉണ്ടായാൽ ആ RNAക്ക് ട്രാൻസ്ലേഷൻ നടക്കൂല, ആ RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ഒന്നാമത്തത് ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആവാനുള്ള സാധ്യതയുണ്ട്, സോ അത് പറ്റൂല. രണ്ടാമത്തെ 2 പ്രോട്ടീൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ജീനിൽ നിന്ന് 2 പ്രോട്ടീൻ ഉണ്ടാവുക എന്നുള്ള എന്തല്ല, ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒന്നാമത് ഈ കാണുന്ന സീക്വൻസ് ഉണ്ടാവും, ഈ സീക്വൻസ് ഈസ് കോൾഡ് പ്രൊമോട്ടർ സീക്വൻസ്. രണ്ടാമത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആകുന്നത്, ഇവിടെ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുക. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവുന്ന സീക്വൻസിന് നമ്മൾ എന്താ വിളിക്കുക? ടെർമിനേറ്റർ സീക്വൻസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ടെർമിനേറ്റർ സീക്വൻസ്. ഇനി അത് രണ്ടിന്റെയും ഇടയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുക. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഭാഗത്തെയാണ് സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുക. ഇനി നോക്ക്, നമ്മൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എടുത്താൽ ഏതെങ്കിലും ഒരു സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക എന്ന് പറഞ്ഞല്ലോ, RNA ഉണ്ടാവുന്നത്. നോക്കൂ, RNA ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. എന്താണ് എൻസൈമിന്റെ പേര്? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. എടാ, ഇയാൾക്ക് നന്നായി ശ്രദ്ധിച്ചോ, ഇയാൾക്കും 5' to 3' ഡയറക്ഷനിൽ മാത്രമേ RNA ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കൂ, ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് RNA ഉണ്ടാക്കുന്നതെങ്കിൽ 5' to 3' പോസിബിൾ ആണ്. ഇതിനെ ബേസ് ചെയ്ത് RNA ഉണ്ടാക്കിയാൽ, മറ്റേ ആളെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയാൽ അത് പോസിബിൾ അല്ല. ഇത് 5' ആയതുകൊണ്ട് 3' നിന്ന് തുടങ്ങേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ അയാളെ ഉപയോഗിക്കില്ല, പകരം ഉപയോഗിക്കുന്നത് ആരായിരിക്കും? ഇയാളായിരിക്കും. അപ്പൊ സ്ട്രക്ചറൽ ജീനിന്റെ ഈ ഒരു സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. എന്താ വിളിക്കുക? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അയാളാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? കോഡിംഗ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് അല്ലാത്ത സ്ട്രാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോഡിംഗ് സ്ട്രാൻഡ്. സോ യു ഗോ ടെംപ്ലേറ്റ് ആൻഡ് കോഡിംഗ് സ്ട്രാൻഡ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ല ഐഡിയ. ഇനി അടുത്ത് വാട്ട് ആർ ദ സ്റ്റെപ്സ്? ആദ്യം തന്നെ നമ്മുടെ മെയിൻ എൻസൈമാണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് അല്ലെ. അയാൾ പ്രൊമോട്ടർ സീക്വൻസിൽ വന്ന് നിൽക്കും. അയാൾക്ക് സ്വയം തുടങ്ങാനുള്ള കഴിവില്ല. അയാളിലേക്ക് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആ സിഗ്മ ഫാക്ടർ ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങും. ദാറ്റ് ലീഡ് ടു ഇനീഷിയേഷൻ. കുറച്ച് സമയത്തേക്ക് ബൈൻഡ് ചെയ്യുള്ളൂ, ജസ്റ്റ് ഒന്ന് അയാളെ പോയി കെട്ടിപ്പിടിക്കും, അപ്പോൾ തന്നെ അയാൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങും. ഇനി അടുത്ത എന്താ? ഇയാൾ ഇങ്ങനെ മുന്നോട്ട് പോകും, എന്നിട്ട് ഇവിടുത്തെ സീക്വൻസുകൾ അടിസ്ഥാനമാക്കി പുതിയ RNA ഉണ്ടാക്കി മുന്നോട്ട് പോകും. ദാറ്റ് ഈസ് ഇലോങ്ങേഷൻ. ഇനി അയാൾ സഞ്ചരിച്ചിട്ട് ടെർമിനേറ്റർ സീക്വൻസിൽ എത്തിയാൽ അയാൾക്ക് സ്റ്റോപ്പ് ആവണ്ടേ? പക്ഷെ സ്വയം സ്റ്റോപ്പ് ആവാൻ പറ്റൂല. സ്റ്റോപ്പ് ആവണമെങ്കിൽ ഒരാൾ ഒന്ന് കെട്ടിപ്പിടിക്കണം. അയാളാണ് റോ ഫാക്ടർ അല്ലെങ്കിൽ ടെർമിനേഷൻ ഫാക്ടർ. അയാൾ ഒന്ന് കെട്ടിപ്പിടിക്കും, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവും. ഓക്കെ, സോ ദാറ്റ് ദീസ് ആർ ദ 3 സ്റ്റെപ്സ്. ഓക്കെ, ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനി നോക്ക്, നിങ്ങൾക്ക് കോഡിംഗ് സ്ട്രാൻഡിന്റെ സീക്വൻസ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുണ്ടാവുന്ന RNAയുടെ സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ടെംപ്ലേറ്റിന്റെ സീക്വൻസ് ലൈക്ക് AGCTT ടെംപ്ലേറ്റിന്റെ സീക്വൻസ് തന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നുണ്ടാവുന്ന RNA എന്താ? അതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും. അഡിനിന്റെ കോംപ്ലിമെന്ററി എന്താ? RNAയിലാവുമ്പോൾ തൈമിനല്ല യുറാസിലാണ്. ഓക്കെ, G വരുമ്പോൾ C വരുമ്പോൾ G, T വരുമ്പോൾ A. ഇതായിരിക്കും RNAയുടെ സീക്വൻസ്. അതായത് ടെംപ്ലേറ്റ് ആണ് തന്നെങ്കിൽ. ഇവിടെ ടെംപ്ലേറ്റ് അല്ലല്ലോ തന്നു, കോഡിംഗ് സ്ട്രാൻഡ് തന്നു. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലെ കോഡിംഗ് സ്ട്രാൻഡ് തന്നു, അവിടെ നിന്നുണ്ടാവുന്ന RNA ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോഡിംഗ് സ്ട്രാൻഡിന്റെ അതേ സീക്വൻസ്, പക്ഷെ അവിടെ തൈമിന് പകരം യുറാസിൽ കൊടുത്താൽ മതി. അപ്പൊ ആൻസർ കിട്ടും. തൈമിന് പകരം യുറാസിൽ കൊടുത്താൽ മതി. അപ്പൊ യു വിൽ ഗെറ്റ് ദ ആൻസർ. നിങ്ങളോട് ടെംപ്ലേറ്റ് ആണ് തരുന്നതെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി സീക്വൻസ് വെച്ച് എഴുതാം. ഇനി കോഡിംഗ് തന്നിട്ട് അവിടെ നിന്നുണ്ടാവുന്ന ആ ഒരു കോഡിംഗ് സ്ട്രാൻഡ് ഉണ്ട്, അപ്പൊ അതിന്റെ ടെംപ്ലേറ്റും ഉണ്ടാവുമല്ലോ. അവിടെ നിന്നുണ്ടാവുന്ന RNA ഏതെന്ന് ചോദിച്ചാൽ കോഡിങ്ങിന്റെ അതേ സീക്വൻസ് എഴുതുക, അതിലെ ടൈമിൽ മാറ്റിയിട്ട് പകരം യുറാസിൽ കൊടുക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ ലുക്ക്, DNA dependent RNA polymerase catalyze transcription of one strand of DNA which is called ഏത് സ്ട്രാൻഡിന്റെയാണ് കുട്ടികളെ? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെ, ടെംപ്ലേറ്റിന്റെയാണ്. ഇനി which of the following steps in transcription is catalyzed by RNA polymerase? RNA polymerase ഏതൊക്കെ സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യും? ആക്ച്വലി അയാൾ എല്ലാത്തിനെയും കാറ്റലൈസ് ചെയ്യും, പക്ഷെ അയാൾക്ക് സ്വന്തമായിട്ട് പറ്റുന്ന സ്റ്റെപ്പ് ഇലോങ്ങേഷൻ മാത്രമാണ് സ്വന്തമായിട്ട് പറ്റുക. ബട്ട് എല്ലാം അയാൾ പൊതുവെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദി ഓൾ സ്റ്റെപ്പ് അല്ലെ. അയാൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് ഏതെന്ന് വെച്ചാൽ ഇലോങ്ങേഷൻ മാത്രമാണ്. അയാൾക്ക് ഒറ്റക്ക് ഇനീഷിയേഷനും ഇലോങ്ങേഷനും ടെർമിനേഷനും പറ്റൂല. In the strand of DNA that form mRNA അല്ലെ, mRNA ഉണ്ടാക്കുന്ന DNAയുടെ സ്ട്രാൻഡിന് എന്താ വിളിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ്
ജീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ലൈക്ക് നമ്മുടെ ബോഡി പലതരം RNA ഉണ്ട്, പലതരം RNA നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് യെസ്, ഇവിടെ നമുക്ക് കാണാം മെയിൻ ടൈപ്സ് ഓഫ് RNAs. എന്നിട്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് പോവാം. വിച്ച് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് RNA? ഒന്ന് mRNA, ഇറ്റ് ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, അല്ലെ? നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് mRNA ബേസ് ചെയ്തിട്ടാണ്. അടുത്ത rRNA നമ്മുടെ റൈബോസോമിന്റെ പാർട്ടാണ്. റൈബോസോം ഇത് നീറ്റിന്റെ 2023 or 22, 23 or 24 നീറ്റിന്റെ ചോദ്യം, അത് 23 or 24 നീറ്റിന്റെ ചോദ്യമാണ്. എന്താന്ന് വെച്ചാല് ലൈക്ക് ലുക്ക്, ആ റൈബോസോമിന് ഉണ്ടാക്കിയുള്ളത് എത്ര പ്രോട്ടീൻ കൂട്ടിച്ചേർത്തിട്ടാണ്? rRNAയും 80 വ്യത്യസ്ത പ്രോട്ടീനും കൂട്ടിച്ചേർത്തിട്ടാണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? റൈബോസോമിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ റൈബോസോമിന്റെ പാർട്ടാണ് rRNA. ഇനി tRNA, ഇറ്റ് ആക്ട് ആസ് അഡാപ്റ്റർ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ അഡാപ്റ്റർ അല്ലെങ്കിൽ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, നൗ ലുക്ക് യെസ്, ജീൻ വേഴ്സസ് സിസ്ട്രോൺ. ഇത് പറഞ്ഞിട്ട് നമുക്ക് ആ നേരത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജീൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും, നമ്മളിപ്പോൾ കുറെ ടൈപ്പ് ഓഫ് RNA പറഞ്ഞല്ലോ, ഇതിൽ ഏത് RNA ഉണ്ടാവുന്ന DNA സീക്വൻസിനെയും, ഒരു DNA സീക്വൻസ് അവിടുന്ന് ഏത് RNA അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ജീൻ, ആ സ്ട്രക്ചറൽ ജീനിന് ഏത് RNA ഉണ്ടായാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ജീൻ എന്ന് വിളിക്കാം. എന്നാൽ സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് RNA ദാറ്റ് കോഡ് ഫോർ സീക്വൻസ് ഓഫ് DNA ദാറ്റ് കോഡ് ഫോർ പ്രോട്ടീൻ. പ്രോട്ടീനിന് കോഡ് ചെയ്യുന്ന DNA സീക്വൻസിനെ മാത്രമാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു DNA സീക്വൻസ് അവിടുന്ന് ഉണ്ടാവുന്നത് mRNA ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവില്ലേ? അപ്പൊ ആ DNA സീക്വൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? സിസ്ട്രോൺ എന്ന് വിളിക്കാം. അപ്പൊ എല്ലാ DNA സീക്വൻസ് അല്ലെങ്കിൽ എല്ലാ ജീനും എന്തല്ല? സിസ്ട്രോൺ അല്ല. ജീൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഏത് RNA ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് ജീൻ എന്ന് വിളിക്കാം. പക്ഷെ സിസ്ട്രോൺ എന്ന് വിളിക്കണമെങ്കിൽ അവിടുന്ന് ഉണ്ടാവുന്ന എന്ത് തന്നെ ആവണം? പ്രോട്ടീൻ തന്നെ ആവണം. അപ്പോഴേ നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കുള്ളൂ. ക്ലിയർ അല്ലേ? സോ the strand of DNA that form mRNA is called. ഇവിടെ സിസ്ട്രോണിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ഏത് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് RNA ഉണ്ടാവുന്നത് ചോദിച്ചുള്ളൂ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, അല്ലെ? ഇനി the sequence of DNA that code for mRNA, അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ജീൻ എന്നും വിളിക്കാം, സ്പെസിഫിക് ആയി സിസ്ട്രോൺ എന്നും വിളിക്കാം. കേട്ടോ, അത്രേ ഉള്ളൂ. ഇനി റിമൂവൽ ഓഫ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷന്റെ വ്യത്യാസങ്ങളാണ്. നോക്കടാ, പ്രോകാരിയോട്സിൽ ഒരൊറ്റ ടൈപ്പ് ഓഫ് RNA പോളിമറൈസ് ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ തരം RNAകളുടെയും ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്ത് സിംഗിൾ RNA പോളിമറൈസ് ആണ്. എന്നാൽ യൂകാരിയോട്ടിലേക്ക് വന്നാൽ 3 തരം RNA പോളിമറൈസ് ഉണ്ട്. RNA പോളിമറൈസ് 1 ഈ പറയുന്ന RNAകളുടെ ഒക്കെ ഫോർമേഷനെ കാറ്റലൈസ് ചെയ്യും. 28S, 18S, 5.8S. നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണിത്. RNA പോളിമറൈസ് 2 HNRNA എന്ന് പറയുന്ന ഒരു പ്രത്യേക RNA ഉണ്ട്, അതിന്റെ ഫോർമേഷനെ കാറ്റലൈസ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം HNRNA എന്താണ്. അതായത് യൂകാരിയോട്ടിൽ mRNA നേരിട്ടുണ്ടാവില്ല. ആദ്യം HNRNA ഉണ്ടായി, പിന്നെ അതിനൊരു പ്രോസസ്സിംഗ് നടന്നാണ് mRNA ഉണ്ടാവുന്നത്. അപ്പൊ യൂകാരിയോട്ടിലെ mRNAയുടെ പ്രിക്കേഴ്സർ ആണ് HNRNA. ഓക്കെ, ഇനി RNA പോളിമറൈസ് 3. RNA പോളിമറൈസ് 3 tRNA, 5sRNA, SNRNA, ഈ 3 ആണ്. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടുന്ന ഒരു കോൺസെപ്റ്റ് ആട്ടോ ആ കാര്യം. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യം അത് നോക്ക്. RNA പോളിമറൈസ് 3 പോയി കഴിഞ്ഞാൽ ഏതാ ഉണ്ടാവുക നോക്ക്. ഈ കൂട്ടത്തിൽ ഏതാ നോക്ക്? tRNA, 5sRNA, SNRNA, അല്ലെ? അപ്പൊ നിങ്ങൾ നോക്ക് ഏതാണ്? tRNA ഇതിലുണ്ട്, അല്ലെ? അപ്പൊ tRNA നിങ്ങൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ്. അടുത്തത് നോക്കൂ, നമ്മുടെ യൂകാരിയോട്ട് ഉണ്ടല്ലോ, പ്രോകാരിയോട്ടിന്റെ പ്രത്യേകത അവിടുന്ന് നേരിട്ട് mRNA ഉണ്ടാവും. എന്നാൽ യൂകാരിയോട്ടിന്റെ പ്രത്യേകത നമ്മളുടെ, നന്നായി ശ്രദ്ധിച്ചോ, നമ്മളുടെ സ്ട്രക്ചറൽ ജീൻ, നമ്മുടെ സ്ട്രക്ചറൽ ജീനാണിത്. ഇത് ടെർമിനേറ്റർ, ഇത് പ്രൊമോട്ടർ. ഓക്കെ, ഇവിടുന്ന് ഉണ്ടാവുക, ആദ്യം തന്നെ ഉണ്ടാവുക HNRNA എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ HNRNAക്ക് പ്രോസസ്സിംഗ് നടന്ന ശേഷം മാത്രമാണ് mRNA ഉണ്ടാവുക. നോക്ക്, mRNAയുടെ സൈസ് കുറവല്ല. ഇതിന്റെ കാരണം നമ്മുടെ DNAയില് ആവശ്യമില്ലാത്ത കുറെ ഭാഗങ്ങളുണ്ട്. ആ ആവശ്യമില്ലാത്ത കുറെ ഭാഗങ്ങൾ ആദ്യം ഉണ്ടാവുന്ന ഈ HNRNAയിൽ ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്യണം. സോ ദാറ്റ് സ്റ്റെപ്പ്. സോ അവർ സ്ട്രക്ചറൽ ജീൻ, നമ്മുടെ സ്ട്രക്ചറൽ ജീനിന്റെ പ്രത്യേകത, നമ്മൾ ഒരു സ്ട്രക്ചറൽ ജീനിൽ നിന്ന് ഒരു പ്രോട്ടീനാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ സ്ട്രക്ചറൽ ജീനിനെ മോണോസിസ്റ്റോണിക് സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുക. ബാക്ടീരിയയുടെ ഒരു സ്ട്രക്ചറൽ ജീനിൽ തന്നെ മൾട്ടിപ്പിൾ പ്രോട്ടീനുകൾ ഉണ്ടാവാം. മൾട്ടിപ്പിൾ പ്രോട്ടീൻ ഉണ്ടാവും ഒരു സ്ട്രക്ചറൽ ജീനിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ലാക്കോപ്രോണിൽ കാണും, അതിനെ പോളിസിസ്റ്റോണിക് സ്ട്രക്ചറൽ ജീൻ എന്നാ പറയാം. ഓക്കെ, ഏതായാലും നമ്മുടെ ഈ മോണോസിസ്റ്റോണിക് സ്ട്രക്ചറൽ ജീനിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ഇന്ററപ്റ്റഡ് സീക്വൻസുകൾ ഉണ്ട്. അതായത് വെറുതെ കിടക്കുന്ന കുറെ ഇന്റർവീനിങ് സീക്വൻസ് ഉണ്ട്, ആവശ്യമില്ലാതെ അതിന്റെ ഇടയ്ക്ക് കിടക്കുന്നത്. ദേ ആർ കോൾഡ് ഇൻട്രോൺസ്. എന്താണ് ഇൻട്രോൺസ്? അപ്പൊ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കിട്ടുന്ന ഈ HNRNAയിൽ ആവശ്യമില്ലാത്ത ഇൻട്രോണുകൾ ഉണ്ടാകും. ആവശ്യമുള്ള സീക്വൻസിനെ നമ്മൾ എക്സോൺസ് എന്നാണ് വിളിക്കുക. അവരാണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന സീക്വൻസ്, അല്ലെ? സോ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ലുക്ക്, ഈ ഉണ്ടാവുന്ന ആൾ, ഇയാളാണ് HNRNA. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന ഉടനെ നമ്മുടെ കേസിൽ ഉണ്ടാവുന്ന ആള്. ഈ HNRNAക്ക് ആദ്യം നടക്കുക ക്യാപ്പിംഗ് ആണ്. HNRNAയുടെ 5' എൻഡിലേക്ക് മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ഒരാളെ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ക്യാപ്പിംഗ്.
രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പ്ലൈസിങ്. ഓക്കെ, സ്പ്ലൈസിങ്. ഈ സ്പ്ലൈസിങ്ങിൽ നമ്മൾ ഇൻട്രോണുകളെ റിമൂവ് ചെയ്യും, എക്സോണുകളെ കൂട്ടിച്ചേർക്കും. അവസാനത്തെ ടെയിലിംഗ് ആണ്. അവിടെ കുറെ അഡിനിൻ ന്യൂക്ലിയോടൈഡുകൾ, ഏകദേശം 200 മുതൽ 300 അഡിനിൻ ന്യൂക്ലിയോടൈഡ് 5' എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ടെയിലിംഗ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. സോ യൂകാരിയോട്സിൽ ഈ പറഞ്ഞ പ്രോസസ്സിങ്ങുകളെല്ലാം, ഈ പ്രോസസ്സിംഗ് നടന്ന mRNA ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാണ്? HNRNAക്ക് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ച് തന്നെയാണ്. എവിടെ വെച്ചിട്ടാണ്? ന്യൂക്ലിയസിൽ വെച്ച് തന്നെയാണ്. ഇനി അടുത്ത് പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുക. കാരണം അവർക്ക് ന്യൂക്ലിയസ് ഇല്ലല്ലോ, രണ്ടും ഒരേ കമ്പാർട്ട്മെന്റില്ല. പക്ഷെ യൂകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസിനകത്ത്, ട്രാൻസ്ലേഷൻ സൈറ്റോപ്ലാസ്റ്റിലാണ്. ക്ലിയർ ആണല്ലോ? ഇനി പ്രോകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ ഇങ്ങനെ നടന്ന RNA ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ ആ RNAയിലേക്ക് റൈബോസോം പോയി അറ്റാച്ച് ചെയ്യും, ട്രാൻസ്ലേഷൻ തുടങ്ങും. സോ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ് ഇൻ പ്രോകാരിയോട്സ്. നമ്മുടെ DNA ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്, 2.2 മീറ്റർ ആണ് കേട്ടോ മനുഷ്യന്റെ DNA ലെങ്ത്. ഇനി ജെനറ്റിക് കോഡ് ഇതെന്താന്ന് വെച്ചാൽ ട്രാൻസ്ലേഷന്റെ സമയത്ത് നമ്മുടെ സെല്ലുകൾ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾ ആണ് ഈ പറയുന്ന ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നോക്കൂ, ഓരോ ന്യൂക്ലിയോടൈഡ് 3 ന്യൂക്ലിയോടൈഡുകൾ ഒരു കോഡോണായി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്? ട്രാൻസ്ലേഷൻ നമ്മുടെ സെല്ലുകൾ നടത്തുന്നത്, അല്ലെ? സോ ഒരു കോഡോൺ എന്താണ്? ട്രിപ്ലെറ്റ് ആയിരിക്കും. ഓരോ കോഡോണും ട്രിപ്ലെറ്റ് ആയിരിക്കും. അപ്പൊ 64 കോഡോൺ ഉണ്ട്. അതിൽ 61 കോഡോണും അമിനോ ആസിഡ് ഉണ്ട്. 3 എന്താണ്? സ്റ്റോപ്പ് കോഡോൺ ആണ്. AUG എന്താണ്? ഇനീഷ്യേറ്റർ കോഡോൺ ആണ്. ഇറ്റ് ഈസ് നിയർലി യൂണിവേഴ്സൽ. ചില എക്സെപ്ഷൻ ഉണ്ടെങ്കിലും എല്ലാ ജീവികളിലും കോഡോൺ ഓൾമോസ്റ്റ് സെയിം ആണ്, അല്ലെ? ഇനി കോഡോൺ ഡീജനറേറ്റ് ആണെന്ന് പറയും. എന്താ ഈ ഡീജനറേറ്റ്? നോക്ക്, ഒരേ അമിനോ ആസിഡിന് മൾട്ടിപ്പിൾ കോഡോൺ ഉണ്ടാവും. അപ്പൊ ല്യൂസിന്റെ കോഡോൺ ആണ് ഇതെല്ലാം, അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീജനറേറ്റ് കോഡോൺ എന്ന് വിളിക്കുക. ഇനി വാട്ട് ഈസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ? നോക്കുക, ഒരു mRNA എടുത്തു, ഇത് അയാളുടെ സ്റ്റാർട്ട്. നോക്കൂ, 5' എൻഡിൽ നിന്നാണ് കേട്ടോ ട്രാൻസ്ലേഷൻ തുടങ്ങുക. അപ്പൊ റൈബോസോം ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യാം, റൈബോസോം മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു സ്റ്റാർട്ട് കോഡോൺ കാണുമ്പോൾ അവിടുന്ന് ട്രാൻസ്ലേഷൻ തുടങ്ങും. എന്നിട്ടോ സ്റ്റോപ്പ് കോഡോൺ എത്തുമ്പോൾ ട്രാൻസ്ലേഷൻ അവസാനിപ്പിക്കും. സോ സ്റ്റാർട്ട് കോഡോണിന്റെ മുൻപുള്ള ഭാഗം, അതുപോലെ സ്റ്റോപ്പ് കോഡോണിന്റെ ശേഷമുള്ള ഭാഗം, വിച്ച് ആർ നോട്ട് ട്രാൻസ്ലേറ്റഡ്, അവരാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് വിളിക്കുക. ഇവർ ട്രാൻസ്ലേഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. So, which of the following feature of genetic code allow bacteria to produce human insulin? ബാക്ടീരിയക്ക് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാ? ബാക്ടീരിയയിൽ നമ്മളിലൊക്കെ ജെനറ്റിക് കോഡ് സെയിം ആണടാ. ബിക്കോസ് ജെനറ്റിക് കോഡ് ഈസ് സെയിം കേട്ടോ. ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ആ ഒരു കാരണം കൊണ്ടാണ്. അത് ഡീജനറേഷൻ അട്രിബ്യൂട്ടഡ് ടു ദ, ശരിക്കും ഡീജനറേഷൻ അതായത് മൾട്ടിപ്പിൾ കോഡോൺ, അല്ലെ? ഒരു അമിനോ ആസിഡിന്റെ മൾട്ടിപ്പിൾ കോഡോൺ. പക്ഷെ നിങ്ങൾ നോക്ക്, അതിന്റെ ആദ്യത്തെ രണ്ട് ന്യൂക്ലിയോടൈഡുകളും സെയിമാ, 2 ബേസുകളും സെയിമാ. അവസാനത്തെ ബേസിൽ മാത്രമാണ് മാറ്റമുള്ളത്, വ്യത്യാസമുള്ളത്. നിങ്ങൾ ഏത് കേസിലെടുത്താലും ചില എക്സെപ്ഷൻ ഉണ്ട്, ബട്ട് അതർവൈസ് അങ്ങനെ ആയിരിക്കും. സോ തേർഡ് മെമ്പർ ഓഫ് എ കോഡോൺ കേട്ടോ, ഓപ്ഷൻ ഡി. അടുത്ത സയന്റിസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ജെനറ്റിക് കോഡ് നിങ്ങൾക്കറിയാം, ജോർജ് ഗാമോ ആണ്. ട്രിപ്ലെറ്റ് ആണെന്ന് പറഞ്ഞ് സെവരോ ഒക്കോവയുടെ എൻസൈമാണ് ഇത്. RNA ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച എൻസൈമാണ്. ടെംപ്ലേറ്റ് ഇല്ലാതെ RNA ഉണ്ടാക്കാൻ സഹായിച്ചു. പക്ഷെ നമുക്ക് കറക്റ്റ് ഡിഫൈൻഡ് ബേസസ്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള RNA ഉണ്ടാക്കാൻ നമ്മൾ സഹായിച്ച അർഗോവിന്ദ് ഖൊരാനയുടെ കെമിക്കൽ മെത്തേഡ് ഓഫ് RNA സിന്തസിസ് ആണ്. ഇനി RNAകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കാൻ നമ്മളെ ഈ പരിപാടികളിലൂടെയാണ് ജെനറ്റിക് കോഡ് തിരിച്ചറിഞ്ഞത്. സെൽ ഫ്രീ പ്രോട്ടീൻ സിന്തസിസിന്റെ മെക്കാനിസം പറഞ്ഞ ആളാണ് ആര്? മാർഷൽ നിരൻബർഗ്. ഓക്കെ, പുള്ളി സെൽ ഫ്രീ പ്രോട്ടീൻ സിന്തസിസ് മെക്കാനിസം ഉണ്ടാക്കി. കെമിക്കൽ മെത്തേഡ് ഓഫ് DNA സിന്തസിസ് വിത്ത് ഡിഫൈൻഡ് ബേസസ്. നമുക്ക് ഇഷ്ടമുള്ള കറക്റ്റ്, ഇത് ഇയാൾ റാൻഡം ആയിട്ടുള്ള RNAകളാണ് ഇയാൾ ഉണ്ടാക്കുക. പക്ഷെ ഇയാൾ നമുക്ക് ഇഷ്ടമുള്ള ബേസ് വെച്ച് RNA ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച ആളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മ്യൂട്ടേഷൻ ഭയങ്കരമായിട്ട് ചോദ്യം വരാത്തൊരു പോയിന്റ് ആണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്, ബട്ട് തിങ്സ് ആർ ഗിവൺ ഹിയർ. ഇവിടെ കുറെ സാധനം തന്നിട്ടുണ്ട്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, നൗ ലുക്ക്, നിങ്ങൾക്ക് അറിയുന്നതാണ് ലൈക്ക് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീനിൽ വരുന്ന മ്യൂട്ടേഷനാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ബേസ് മാറിയിട്ട് ബേസ് പെയർ മാറി അവിടെ പകരം വേറൊരു ടീം വരും, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. സിക്കിൾ സെൽ അനീമിയയിൽ കാണാം, അല്ലെ? ഇനി ഇൻസേർഷൻ ഓർ ഡിലീഷൻ, ഒന്നോ രണ്ടോ ബേസ് പെയർ ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബേസ് പെയർ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഫ്രെയിം ഷിഫ്റ്റ് ഇൻസേർഷൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുക, അല്ലെ? ഇനി ടിആർഎനയുടെ വേറെ പേരാണെന്ത്? സോലിബിൾ RNA അല്ലെങ്കിൽ SRNA എന്നും കൂടെ ടിആർഎനയ്ക്ക് വേറൊരു പേരുണ്ട്. ടിആർഎനയ്ക്ക് ഒരു അമിനോ ആസിഡ് അക്സെപ്റ്റർ ഉണ്ട്, ഒരു ആന്റി കോഡോൺ ലൂപ്പ് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഈ ആന്റി കോഡോൺ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് mRNAയുടെ കോഡോണിലേക്ക് ഇയാൾ അറ്റാച്ച് ചെയ്യാറ്. ഇനി ട്രാൻസ്ലേഷൻ 2022 ഓർ 21 22 ചോദിച്ച ചോദ്യം ഇതായിരുന്നു. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ലേഷന്റെ ആദ്യത്തെ ഫേസ് എന്താണെന്നുള്ളത്? ഇറ്റ് ഈസ് ആക്ച്വലി
അമിനോ അസൈലേഷൻ ഓർ ചാർജിങ് ഓഫ് tRNA. ഒന്നുമില്ല, tRNA അമിനോ ആസിഡിലേക്ക് ATPയുടെ സഹായത്തോടെ അറ്റാച്ച് ചെയ്യുന്ന പരിപാടിയാണ് അമിനോ അസൈലേഷൻ ഓർ ചാർജിങ് ഓഫ് tRNA. ഇതാണ് ഫസ്റ്റ് ഫേസ്. ഈ ബാക്കിയൊക്കെ സെക്കൻഡ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസിൽ 3 സ്റ്റെപ്പാണ് ഉള്ളത്: ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ AUG കോഡോണിലേക്ക് നമ്മുടെ റൈബോസോമിലെ സ്മോൾ സബ് യൂണിറ്റ് ആണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. ലാർജ് സബ് യൂണിറ്റ് മുകളിലുണ്ടാവും. അയാൾ അറ്റാച്ച് ചെയ്താൽ ഇനീസിയേഷൻ തുടങ്ങും. ഓക്കെ, ഇനി അങ്ങനെ പിന്നീട് ഇയാൾ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും. ഓരോ കോഡോണിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ ചേർത്ത് വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കും. അയാൾ മുന്നോട്ട് സഞ്ചരിച്ച് വെൻ ഇറ്റ് റീച്ചസ് സ്റ്റോപ്പ് കോഡോൺ, അയാൾ സ്റ്റോപ്പ് കോഡോണിൽ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ എത്തിയാൽ ട്രാൻസ്ലേഷൻ നിൽക്കണ്ടേ? അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്റ്റോപ്പ് കോഡോണിലേക്ക് റിലീസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ചങ്ങായി, ഇയാളാണ് റിലീസ് ഫാക്ടർ. ഈ റിലീസ് ഫാക്ടർ വന്നിട്ട് സ്റ്റോപ്പ് കോഡോണിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ആവുക. സോ ഹൗ ട്രാൻസ്ലേഷൻ സ്റ്റോപ്സ്? റിലീസ് ഫാക്ടർ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ആവുക. സോ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ലേഷൻ ആ PYQ ആണിത്. എന്താണ്? അമിനോ അസൈലേഷൻ ഓഫ് tRNA അല്ലെ. ഇനി റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. യൂകാരിയോട്ടിന്റെ കേസിൽ 4 ലെവലിൽ റെഗുലേറ്റ് അല്ലേ. ഒന്ന് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അടുത്തത് എന്താ? പ്രോസസ്സിംഗ് ലെവൽ. പ്രോസസ്സിംഗ് നടന്ന mRNA ഉണ്ടായാൽ ആ mRNA ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. എങ്ങോട്ട്? ടു സൈറ്റോപ്ലാസം. ട്രാൻസ്പോർട്ട് ലെവൽ. ട്രാൻസ്പോർട്ട് നടന്നാൽ പിന്നെ അതിന്റെ ട്രാൻസ്ലേഷണൽ ലെവൽ. ഇത്രയും ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? നമുക്ക് ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പക്ഷെ പ്രോകാരിയോട്ടിൽ 2 ലെവലേ ഉള്ളൂ. പ്രോകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലുണ്ട്, ട്രാൻസ്ലേഷണൽ ലെവലുണ്ട്. പ്രോസസ്സിംഗും ട്രാൻസ്പോർട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും പ്രോകാരിയോട്ടിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ്. എന്താണ്? ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ്. പ്രോകാരിയോട്ടിന്റെ കേസിൽ ഇതിപ്പോ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക റെഗുലേറ്ററി ജീൻ ഉണ്ടാവും. ആ റെഗുലേറ്ററി ജീന് ചിലപ്പോൾ ഈ ജീൻ ആക്റ്റീവ് ആയാൽ, ഈ ജീനിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടായാൽ ആ പ്രോട്ടീൻ പോയിട്ട് ഇവിടെ ആക്ട് ചെയ്യുകയും ഇതിന്റെ ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയും. സപ്പോസ് ഇവിടെ നിന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നു, ആ പ്രോട്ടീൻ പോയിട്ട് ഇതിന്റെ ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് പോസിറ്റീവ് റെഗുലേഷൻ എന്ന് പറയും. നമുക്ക് നമ്മുടെ ലാക്കോപ്രോൺ ഉണ്ടല്ലോ, ലാക്കോപ്രോൺ ആക്ച്വലി പോസിറ്റീവ് റെഗുലേഷൻ ഉണ്ട്, നെഗറ്റീവ് റെഗുലേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ നെഗറ്റീവ് റെഗുലേഷൻ മാത്രമാണ് പഠിക്കുന്നത്. ഇതിന്റെ കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞ നാളാരാ? ജേക്കബും മോണോഡുമാണ് അല്ലെ. നോക്ക്, ലാക്കോപ്രോണിന്റെ റെഗുലേറ്ററി ജീനാണ് ഐജീന്. അവിടെ അവസാന റിപ്രസർ പ്രോട്ടീൻ അവിടെ നിന്ന് ഉണ്ടാവും. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നത് അല്ലെ. അയാൾ ഇവിടെ പോയി അറ്റാച്ച് ചെയ്താൽ, ഓപ്പറേറ്റർ അറ്റാച്ച് ചെയ്താൽ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. സോ ദിസ് ഈസ് നെഗറ്റീവ് റെഗുലേഷൻ. ഇനി ലാക്ടോസ് ഓർ അലോ ലാക്ടോസ് മീഡിയത്തിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റിപ്രസർ ഇനാക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അങ്ങനെ നിങ്ങൾക്ക് ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമേസ്, ട്രാൻസ്അസറ്റൈലേസ് ഉണ്ടാവും അല്ലെ. ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ ഫംഗ്ഷൻ എന്താ? ഇവരുടെ ഫംഗ്ഷൻ ചോദിക്കും. ഫംഗ്ഷൻ എന്താ? ബ്രേക്ക് ഡൗൺ ഓഫ് ലാക്ടോസ്. ലാക്ടോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. പെർമിയേസിന്റെയും ചോദിക്കും. ഇറ്റ് ഇൻക്രീസ്, ആ പേര് തന്നെയുണ്ട്, ഇറ്റ് ഇൻക്രീസ് പെർമിയബിലിറ്റി ഓഫ് ലാക്ടോസ്. സെല്ലിന്റെ ഉള്ളിലേക്കുള്ള ലാക്ടോസിന്റെ പെർമിയബിലിറ്റി ഇയാൾ കൂട്ടും. ക്ലിയർ അല്ലേ? കണ്ടോ, ആ ജീനുകൾ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഏത് എന്നുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. ഇനി ഏതാണ് ലാക്കോപ്രോണിന്റെ ഇൻഡ്യൂസർ? ലാക്ടോസ് ഒരു ഇൻഡ്യൂസർ ആണ്. ഗാലക്ടോസ് പറ്റൂല. ലാക്ടോസ് ഓർ അലോ ലാക്ടോസ്, ഒന്നുകിൽ ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ് കേട്ടോ. ഇനി ഇന്നാണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. ദ ജീൻസ് ആർ ഇൻഡ്യൂസർ വരുമ്പോൾ വർക്ക് ചെയ്യുന്ന ഓപ്പറോൺ, അതാണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. ലാക്കോപ്രോൺ ഇൻഡ്യൂസർ വന്നപ്പോഴല്ലേ വർക്ക് ചെയ്തത്. അപ്പൊ നെഗറ്റീവ് റെഗുലേഷനുള്ള ഓപ്പറോണുകളെല്ലാം എന്താണ്? ഇൻഡ്യൂസിബിൾ. ലാക്കോപ്രോണിന് പോസിറ്റീവ് റെഗുലേഷൻ ഉണ്ട് കേട്ടോ. ലാക്കോപ്രോൺ ഓൾസോ ഹാവ് this is important, പോസിറ്റീവ് റെഗുലേഷൻ. അത് നമുക്ക് പഠിക്കാനില്ല എന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അത് ഡിസ്കഷനിലേക്ക് പോകുന്നില്ല, ബിക്കോസ് നമുക്ക് അത്ര പഠിക്കാനില്ല. ഓക്കെ, സോ ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ദ ജീൻസ് ആർ യൂഷ്വലി നോട്ട് എക്സ്പ്രസ്ഡ് അണ്ടിൽ എ ജീൻ ടേൺസ് ദ മൂൺ അല്ലെ. അവരെ ടേൺ ഓൺ ചെയ്യുന്നത് വരെ അവർ സാധാരണ വർക്ക് ചെയ്യൂല. ഇനി HGP നമുക്കറിയാം 13 ഇയർ പ്രൊജക്ട് ആയിരുന്നു അല്ലെ. ഈ വെൽക്കം ട്രസ്റ്റ് UK ഇനീഷ്യലി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും NIH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും കൂടിയാണ് തുടങ്ങിയത്. ഇനീഷ്യലി വെൽക്കം ട്രസ്റ്റ് UKയും കൂടി ഒരു പാർട്ട്ണർ ആയിരുന്നു. 1990 ലോഞ്ച് ചെയ്തു. 2003 ഇതിന്റെ റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട്. പക്ഷേ ഈ DNA സീക്വൻസിങ് ശരിക്കും കംപ്ലീറ്റ് ആയിരുന്നില്ല. DNA സീക്വൻസിങ് ആക്ച്വലി ക്രോമസോം 1 ആണ് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ഇൻ 2006. അതായത് പ്രൊജക്ട് കാലയളവ് കഴിഞ്ഞ് വീണ്ടും ഒരു കുറെ കാലം കഴിഞ്ഞിട്ടാണ് ക്രോമസോം 1 സീക്വൻസിങ് കംപ്ലീറ്റ് ആവുന്നത്. അതാണ് ലാർജസ്റ്റ് ക്രോമസോം, അതാണ് ലാസ്റ്റ് കോഡിങ് പൂർത്തിയാക്കിയ ക്രോമസോം. മനുഷ്യന്റെ മാത്രമല്ല, ഇതിന്റെ കൂടെ വന്ന ഒരു HGPയുടെ കൂടെ വന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഇത് ബയോ ഇൻഫർമാറ്റിക്സ്. മനുഷ്യന്റെ മാത്രമല്ല, ബാക്ടീരിയ, ഈസ്റ്റ്, ഇതൊരു നെമറ്റോഡ, സീനോറാബിലിറ്റീസ് എലഗൻസ്, ഡ്രോസോഫില, റൈസ്, അരാബിഡോപ്സിസ്, ഇത് രണ്ടും പ്ലാന്റ് ആണ്. ഇതെല്ലാം സീക്വൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ HGPയുടെ 2 മെത്തേഡാണ് ESTയും
അതുപോലെ സീക്വൻസ് അനോട്ടേഷൻ. എന്താ EST? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. അതായത് RNA ആയി എക്സ്പ്രസ് ചെയ്യുന്ന സീക്വൻസുകളെ മാത്രം പഠിക്കുക, ആ സീക്വൻസുകൾ മാത്രം കോഡ് മനസ്സിലാക്കുക. അതാണ് ഓൾ സീക്വൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA, കോഡിംഗ് ഓഫ് ഓൾ സീക്വൻസസ്, അത് മാത്രം കോഡ് ചെയ്യുക, അതിന്റെ കോഡ് മാത്രം മനസ്സിലാക്കി പഠിക്കുക. അതാണ് EST. സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സീക്വൻസുകളുടെയും കോഡ് കൃത്യമായിട്ട്, അതായത് ആ എല്ലാ സീക്വൻസുകളെയും കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അവരുടെയൊക്കെ ഫംഗ്ഷൻ തിരിച്ചറിയുക. EST എന്ന് പറഞ്ഞാൽ സീക്വൻസിങ് ഓഫ് DNA വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ആസ് RNA എക്സ്പ്രസ് ചെയ്യുന്ന DNA-യുടെ സീക്വൻസ് മാത്രം അറിയുക എന്നുള്ളത്. ഇത് എല്ലാവരുടെയും സീക്വൻസ് അറിയുക, എന്നിട്ട് ഓരോരുത്തരുടെയും ഫംഗ്ഷൻ എന്താണെന്ന് പിന്നീട് പഠിക്കുക. സോ ഇതിന്റെ സ്റ്റെപ്പാണ് DNA ഐസോലേഷൻ, ഫ്രാഗ്മെന്റേഷൻ. ആദ്യം DNA എടുക്കുക, ഫ്രാഗ്മെന്റുകളാക്കുക, ദെൻ ഈ ഓരോ ഫ്രാഗ്മെന്റുകളെയും ക്ലോണിങ് ഓർ ആംപ്ലിഫിക്കേഷൻ ചെയ്യുക. അതായത് നമ്മൾ പ്രത്യേക വെക്ടറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോസ്റ്റിലേക്ക് പറഞ്ഞയച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ബയോടെക്നോളജി പഠിച്ചതാണ്. അതിന് നമ്മൾ ഉണ്ടാക്കിയ വെക്ടേഴ്സ് ആണ് YAC ആൻഡ് BAC അല്ലെ. YAC എന്താ? ഈസ്റ്റിൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, ബാക്ടീരിയയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഏതായാലും ഈ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇവരിലിട്ട് ആംപ്ലിഫൈ ചെയ്യാം. ആംപ്ലിഫിക്കേഷൻ നടത്തിയ ശേഷം നമുക്ക് ഈ ഓരോ ഈ ഒരു കഷ്ണം അതിന്റെ മൾട്ടിപ്പിൾ കോപ്പി നമ്മൾ എടുത്തില്ലേ, ആ കോപ്പികളെല്ലാം കൂടി നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഒരു കഷ്ണം കുറെ കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും നമുക്ക് എന്ത് കിട്ടും? ആ ഒരു കഷ്ണത്തിന്റെ കറക്റ്റ് സീക്വൻസ് കിട്ടും ബൈ യൂസിങ് സാങ്കർ മെത്തേഡ്. കേട്ടോ, സാങ്കർ സീക്വൻസിങ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ സാങ്കർ സീക്വൻസിങ് ഓഫ് ഫ്രാഗ്മെന്റ്സ് അതാണ് അടുത്തത്. ഈ ഓരോ കഷ്ണങ്ങളുടെയും കറക്റ്റ് സീക്വൻസ് നമുക്ക് സാങ്കർ മെത്തേഡിലൂടെ അറിയാൻ പറ്റും. ഇനി എന്താ? ഈ കഷ്ണങ്ങളെ കൃത്യമായിട്ട് യോജിപ്പിക്കണം. ആദ്യത്തെ പീസ് ഏത്? കുറെ കഷ്ണങ്ങളാണല്ലോ, അതിൻ്റെ ഒക്കെ സീക്വൻസും കിട്ടി. അപ്പോൾ ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ഓവർലാപ്പിംഗ് സീക്വൻസസ്. ഓക്കെ, ചില ഓവർലാപ്പിംഗ് റീജിയന്റെ സഹായത്തോടെ ആ പരിപാടി നടത്തും. അതിനുശേഷം നമ്മൾ സീക്വൻസ് അനോട്ടേഷൻ നടത്തുക. അതായത് അത് കുറെ സ്റ്റെപ്പുകളിലൂടെയാണ് നടത്തുക. ഓരോ ജീനും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മേക്കിംഗ് ജെനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ്, നമ്മൾ കൃത്യമായിട്ട് മാപ്പ് ഉണ്ടാക്കുക. ഓക്കെ അല്ലെ. ഇനി ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. അങ്ങനെ പറഞ്ഞാലേ നമ്മൾ എല്ലാവരിലും ചില ഭാഗങ്ങളിൽ, നമ്മുടെ DNA-യുടെ ചില ഭാഗങ്ങളിൽ എല്ലാ സീക്വൻസും മനുഷ്യരിൽ മൊത്തം സെയിം ആണ്, എന്നാൽ ഒറ്റ സീക്വൻസിൽ മാത്രം വ്യത്യാസം. എനിക്ക് AT ആണ് ഇവിടെയെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ GC ആവും, വേറൊരാൾക്ക് CG ആയിരിക്കും. അങ്ങനെ മാറ്റം ഉണ്ടാവും. അതാണ് ഒരൊറ്റ സീക്വൻസിൽ മാറ്റമുള്ള DNA-യുടെ ചില പോയിന്റ്. മനുഷ്യർക്കൊക്കെ ബാക്കി എല്ലാം സെയിം ആണ്, മനുഷ്യരിൽ ലോകത്ത് എല്ലാവർക്കും കൊടുത്താലും സെയിം. പക്ഷെ ആളുകളുടെ ഇടയിൽ മാറ്റം എന്താ? ചെറിയ സീക്വൻസുകളിൽ മാറ്റം, ചില സിംഗിൾ പോയിന്റ്. അതാണ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഓക്കെ, സോ EST എന്ന് പറഞ്ഞാൽ എന്താ? ഇതും PYQ ആണ്, ജീൻ എക്സ്പ്രസ്ഡ് ആസ് RNA അല്ലെ. അതാണ് EST. ഓക്കെ, സോ ജീനോം എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്ലോയിഡ് കണ്ടന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജീനോമിലെ ചെറുതാണ് ക്രോമസോം, ജീൻ അതിലും ചെറുതാണ്, ന്യൂക്ലിയോടൈഡ് അതിലും ചെറുതാണ് അല്ലെ. റെപ്പറ്റേറ്റീവ് DNA പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന DNA-യുടെ ചില സീക്വൻസ് ആണ്. അതിന്റെ ഡെൻസിറ്റി സാധാരണ മറ്റു ഭാഗങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ DNA-നെ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫിക്കേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പോർഷൻ കിട്ടും. ഒന്ന് നമ്മുടെ ബൾക്ക് DNA, അത് താഴെ ഒരു കുറച്ചുകൂടെ എന്താ പറയുക, ഡെൻസിറ്റി കൂടിയ ഒരു ബാൻഡായിട്ട് കാണാം. ഡെൻസിറ്റി കുറഞ്ഞ കുറെ ചെറിയ ബാൻഡ് കാണാം. ഇതൊക്കെ റെപ്പറ്റേറ്റീവ് DNA-കളായിരിക്കും. ഈ ബാൻഡുകളെയാണ് നമ്മൾ സാറ്റലൈറ്റ് ബാൻഡ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സാറ്റലൈറ്റ് ബാൻഡ്. ഈ റെപ്പറ്റേറ്റീവ് DNA പല ഗ്രൂപ്പ് ഉണ്ട്. മൈക്രോ സാറ്റലൈറ്റ്, മിനി സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞ പല ഗ്രൂപ്പ് ഉണ്ട്. അതിലെ മിനി സാറ്റലൈറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് VNTR. VNTR ഈസ് എ ടൈപ്പ് ഓഫ് റെപ്പറ്റേറ്റീവ് DNA വിച്ച് ബിലോങ് ടു മിനി സാറ്റലൈറ്റ് ഗ്രൂപ്പ്. ഈ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് അതിന്റെ ഫുൾ ഫോം. ഇതിന്റെ പ്രത്യേകത, എന്റെ നിങ്ങളുടെയൊക്കെ ബോഡിയിൽ ചിലപ്പോൾ VNTR CG CTTAGC, ജസ്റ്റ് ഇമാജിൻ ഇതൊരു VNTR സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ എന്റെയൊക്കെ DNA-യുടെ ഏതെങ്കിലും ഭാഗത്ത് ഇത് ഉണ്ടാവും. പക്ഷെ എന്റെ DNA-യിൽ ഇത് 10 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഒരു 10 റിപ്പീറ്റ് ഇൻറ്റു 10 ഇങ്ങനെ ഇതന്നെ 10 ഇതേ സാധനം 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 100 ടൈംസ് ആണ് എന്റെ ബോഡിയിൽ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ചിലപ്പോൾ ഇത് 200 ടൈംസ് ആയിരിക്കും. വേറൊരാളുടെ സെല്ലിൽ ഇത് 300 ടൈംസ് ആയിരിക്കും. വേറൊരാളുടെ ബോഡിയിൽ ഇത് 500 ടൈംസ് ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് റിപ്പീറ്റിലെ വ്യത്യാസം, സീക്വൻസ് സെയിം ആണ്. അപ്പൊ നമ്മളുടെ ഒക്കെ ഈ ഒരു പ്രത്യേക VNTR-ന്റെ ലെങ്ത്തിൽ മാറ്റമുണ്ട്. അപ്പൊ എന്റെ ശരീരത്തിലെ ഒരു സെല്ലും വേറൊരു സെല്ലും എടുത്താൽ ഈ VNTR 2 സെല്ലിലും ലെങ്ത് സെയിം ആയിരിക്കും. അതായത് ആ റിപ്പീറ്റുകളുടെ എണ്ണം സെയിം ആണ്. അപ്പോൾ ആ ടോട്ടൽ VNTR ഭാഗത്തിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. എന്നാൽ എന്റെയും നിങ്ങളുടേത് നോക്കിയാൽ വ്യത്യാസമുണ്ടാവും. അതാണ് VNTR-ലെ പോളിമോർഫിസമാണ് DNA ഫിംഗർ പ്രിന്റിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം DNA ഐസോലേറ്റ് ചെയ്യുക, പിന്നെ DNA എന്താക്കുക? ഫ്രാഗ്മെന്റുകളാക്കുക, കഷ്ണങ്ങളാക്കണം, എന്നിട്ട് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി അതിനെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാം? നമ്മളെടുത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA അല്ലേ, അത് നമ്മൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റണം. ദാറ്റ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ. എന്ന് നമ്മൾ പറയുന്ന പേരാണ് ഡീനാച്ചുറേഷൻ. ഓക്കെ,
ഇനി ആക്ച്വലി ഡീനാച്ചുറേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്ന അറിയോ, നൈട്രോ സെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ ഷീറ്റിലേക്ക് ജസ്റ്റ് ഇതിനെ പറഞ്ഞയക്കും. ഇവിടെ നിന്ന് നൈട്രോ സെല്ലുലോസ് ഒരു നൈലോൺ ഷീറ്റിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് എന്ന് പറയും. ഓക്കെ, സോ ലുക്ക്, ഐസോലേഷൻ, ഫ്രാഗ്മെന്റേഷൻ, ജെൽ ഇലക്ട്രോഫോറസിസ്, പിന്നെ ഡീനാച്ചുറേഷൻ, ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കുന്നു. ഇത് ശരിക്ക് ഇത് ഈ സ്റ്റെപ്പ് NCERT ഇല്ല, നിങ്ങൾ പറയണമെന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനെ നൈട്രോ സെല്ലോസ് അല്ലെങ്കിൽ നൈലോൺ ഷീറ്റിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമുക്ക് ഇതിലെ എല്ലാ കഷ്ണങ്ങളും VNTR അല്ല, VNTRനെ മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ VNTRകൾ മാത്രം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നോക്കൂ, VNTR പ്രോബുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് VNTR പ്രോബുകൾ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ആ പ്രോബുകൾ VNTR സീക്വൻസിലേക്ക് മാത്രം പോയിട്ട് അറ്റാച്ച് ചെയ്യും. അതാണ് ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ആക്റ്റീവ് VNTR പ്രോബ്. ആ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോബ് ഉപയോഗിച്ചിട്ട് ഹൈബ്രിഡൈസ് ചെയ്യുക. ഇനി അവസാനം ഇതിനെ കാണാൻ വേണ്ടി ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യുക. അപ്പോൾ ഒന്നും മനസ്സിലായില്ലോ, അറ്റ്ലീസ്റ്റ് ഈ സ്റ്റെപ്പുകൾ പഠിക്കുക. ക്രൈം ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ പാരന്റൽ ഡിസ്പ്യൂട്ട്സിലും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഓൾമോസ്റ്റ് എവറിത്തിങ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക.